ഹലോ! അങ്ങനെ സാന്ത്വനം 2ാം ഭാഗം പുതിയ എപ്പിസോഡില് നമ്മളെയൊക്കെ പ്രേക്ഷകരുടെയൊക്കെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ. ഇന്നത്തെ ഒരു മെഗാ എപ്പിസോഡില് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ശ്രീദേവിയുടെ കുഞ്ഞ് നഷ്ടപ്പെടുകയാണ്. അപ്പം നമ്മുടെ ആനന്ദും ഗോമതിയും ബാലനും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നൊരു രംഗങ്ങളാണ് നമുക്ക് തുടക്കത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പം മീനാക്ഷി ഇവരെയൊക്കെ സാന്ത്വനിപ്പിച്ചൊക്കെ ഇരുത്തുന്നുണ്ട്. ആനന്ദാണെങ്കിൽ പോരാത്തതിന് കുഞ്ഞിന് കുട്ടിയുടുപ്പും കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് എല്ലാം വെക്കാതെയാണ് ഈ ഒരു കോള് വരുന്നത്. അപ്പം ആനന്ദ് ഭയങ്കര സങ്കടപ്പെട്ട് പരിഭ്രമിച്ചൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട്, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, അമ്മ പറ, അമ്മേ മീനാക്ഷി പറ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. പിന്നെ ആനന്ദ് തന്നെ ഇങ്ങനെ സമാധാനത്തിൽ ഇരിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ആ ഒരു കൃത്യസമയത്ത് നമ്മുടെ ഡോക്ടർ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രീദേവിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ആശ്വസിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആനന്ദ് ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, "എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ ഡോക്ടറെ" എന്ന് ചോദിക്കുമ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ശ്രീദേവിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കുഞ്ഞിനെ ഞങ്ങൾക്ക് കളയേണ്ടി വന്നു. അതായത് കുഞ്ഞ് വീഴ്ചയിൽ തന്നെ ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ ശ്രീദേവിയുടെ ജീവനും കൂടെ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഡിയാൻസ് ചെയ്യേണ്ടി വന്നു എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ ആനന്ദ് അവിടെ എന്താ പറയാ, സകലമാന സാധനങ്ങളും തട്ടിത്തെറിപ്പിച്ച് ആ ഒരു സങ്കടമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചതേ. അപ്പുറത്ത് ശ്രീദേവി ആണെങ്കിലും ബോധം വന്ന ഉടനെ വയറ്റത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ എന്റെ കുഞ്ഞിന്റെ ആ ഒരു തുടിപ്പ് എനിക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ, എന്തോ എന്റെ ഭാരം ഒഴിഞ്ഞതുപോലെ ഉണ്ടല്ലോ, എന്താണ് എന്റെ കുഞ്ഞിന് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അലറുന്നുണ്ട്. അപ്പോഴാണ് ഡോക്ടർ വന്ന കാര്യം പറയുന്നത്, കുഞ്ഞിനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഇത് കേട്ടപ്പാടെ നമ്മുടെ ശ്രീദേവിയും ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നുണ്ട്. അവിടെ ബോധം കെട്ട് ലാസ്റ്റ് വീണ് പോകുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ആ ഒരു മെഗാ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും ശ്രീദേവിയുടെയും നമ്മുടെ ആനന്ദിന്റെയും ജീവിതം ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഈ കുഞ്ഞുള്ളത് കൊണ്ടായിരുന്നു നമ്മുടെ ശ്രീദേവിനോട് എല്ലാ തെറ്റുകളും ക്ഷമിച്ച് പുറത്ത് നമ്മുടെ ആനന്ദ് കൂടെ കൂട്ടിയത്. അപ്പൊ ഇനി കുഞ്ഞില്ലാതാകുമ്പോൾ ശ്രീദേവിയോട് വീണ്ടും വെറുപ്പാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇനി മുന്നിലുള്ളത്, അല്ലേ? കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.